ഗിരിജേട്ടാ ഇപ്പൊക്കെ വന്നിട്ട് പോയി നോട്ടോ കലക്കിയിട്ടിരിക്കുന്നുണ്ടോ വെള്ളം? ഞങ്ങൾ ഉച്ചയ്ക്ക് എപ്പോഴും ഇവിടെ വെള്ളം കുടിക്കാൻ വരാറുണ്ട്. അപ്പം ഇവിടെ പശുക്കളിനെയൊക്കെ വിടാറുണ്ട് ഇവിടുത്തെ നാട്ടുകാർ. അപ്പോൾ ഇന്നലെയും വന്നിരുന്നു. അപ്പോൾ സംശയം കൊണ്ട് ഞാനും എൻ്റെ സുഹൃത്തും കൂടി വന്നാണ്. അവനപ്പോൾ ഇങ്ങനെ പുലിയുണ്ട് പറഞ്ഞപ്പോൾ വലിയ വിശ്വാസമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ കാൽപ്പാടും കാര്യങ്ങളും കൊണ്ട് കാണിച്ചു കൊടുക്കാമെന്നാണ്. ഈ ഉച്ച സമയമായ ഇവിടെ വരിക ആൾ വന്ന് വെള്ളം തോട് കണ്ടില്ല, ഇവിടെയൊക്കെ ഡ്രൈ ആണ്. ഈ കുഴിയിൽ വന്നപ്പോൾ മാനുകൾ വെള്ളം കുടിക്കാൻ വരും. അതിനെ വേട്ടയാടാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ആശാൻ വരുന്നത്. അപ്പോൾ പരിസരത്ത് നമ്മുടെ തൊട്ട് വീട് തന്നെയാണ്. സംസ്കൃതി എന്ന് പറയും. അവൻ്റെ ഒരു കുട്ടിയെ പഠിക്കാൻ പോയി. അങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു ഇതുണ്ട്, ഭയങ്കര ശല്യമാണ്. ഇന്നലെ RRTയെ വിളിച്ച് പറഞ്ഞു. RRT വന്നു. അപ്പോൾ അവരും പുലിയുടെ സാന്നിധ്യം ഉറപ്പാക്കി. ഈ കാൽപ്പാടും കാര്യങ്ങളൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട്. ക്യാമറ വെക്കാറുണ്ട്. ക്യാമറ വെച്ച് നിരീക്ഷിച്ച് അതിനുശേഷം അവർ കൂട് സ്ഥാപിക്കാമെന്നാണ് പറയുന്നത്. നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ ഇവിടെ കുറേ സ്ത്രീകളൊക്കെ ഇവിടെ കന്നുകാലികളൊക്കെ വിടുന്നതാണ്. അപ്പോൾ ഈ ഇതുകളിലെ പ്രൈവറ്റ് സ്ഥലങ്ങളാണ് ഇതൊക്കെ. കാട് പിടിച്ചുകൊണ്ട് ഫോറസ്റ്റാണ് വിചാരിക്കും. ഇതൊക്കെ പ്രൈവറ്റാണ് ഈ തോടിനോട് ചേർന്നിട്ട്. അപ്പോൾ കൂട് വെച്ച് അതിനെ പിടിച്ച് ഇവിടുന്ന് മാറ്റണം എന്നാണ് നമ്മുടെ ഒരു ഇത്. മാത്രമല്ല എനിക്ക് സംശയമുണ്ട്. ഇതിപ്പോൾ നമ്മൾ കണ്ടിട്ടില്ല. പുറമേ ഉള്ള കടുവകൾ ഇവിടെ കൊണ്ട് വിടുന്നുണ്ടോയെന്ന്. അപകടകരമായുള്ള കടുവകളെ പിടിച്ചു പറഞ്ഞാൽ നമ്മുടെ ധോണിയിലാണ് മിക്ക ജീവികളെയും, പാമ്പായിക്കോട്ടെ എന്ത് ഇവിടെയാണ് കൊണ്ട് വിടാറ്. അപ്പോൾ ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ ഈ മനുഷ്യ താമസിക്കുന്ന സ്ഥലങ്ങളുടെ അടുത്ത് ഈ പുലി ഇങ്ങനെ ഇറങ്ങി നിരന്തരം വരണം പറഞ്ഞാൽ പേടിയില്ലാത്തതായിരിക്കണം. കാൽപ്പാടില്ലേ? കറക്റ്റായിട്ടുണ്ടല്ലേ?